ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയതിലോട്ട് സ്വാഗതം. അപ്പോൾ യു കെയിൽ ഉണ്ടാകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ യു കെയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം ഇത്രത്തോളം രീതിയിൽ യു കെയിലോട്ടുള്ള വരവ് ഇങ്ങനെ ഇടിയാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ, അതായത് 2023 യു കെയിലെ നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് 9,44,000 ആയിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ 2025 അവസാനത്തോടെയൊക്കെ കണക്കുകൾ 1,71,000 കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9,44,000 എന്ന ഒരു നെറ്റ് മൈഗ്രേഷൻ കണക്കിൽ നിന്നും അത് 1,71,000 കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്, എത്രയാണ് ഇടിവ് വന്നിരിക്കുന്നത്? അത്രയും ആൾക്കാർ യു കെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പകരം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലോട്ടാണ് ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും വരുന്നത്. യു കെയിലെ ഈ കടുത്ത നിയമങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ടും കെയർ വിസയിൽ വരുന്ന ആൾക്കാർ കുറേ പേര് യു കെയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. എത്രയോ പേര് ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് മാറി ഗൾഫ് രാജ്യങ്ങളോട്ട് മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ യു കെയിലോട്ടുള്ള ഒഴുക്ക് കുറഞ്ഞ് പകരം യു കെയിൽ നിന്ന് പുറം രാജ്യങ്ങളിലോട്ട് ഒഴുകിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന 1-2 പേര് വിസയുടെ കാര്യത്തിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ, കാരണം വിസ കിട്ടുമോ ഇല്ലയോ, ഇവിടെ PR കിട്ടുമോ, PR-ന്റെ കൺഫ്യൂഷനാണ്, ILR കിട്ടുമോ, 10 വർഷം 5 വർഷം എന്നൊക്കെ പറഞ്ഞു, ഏഴ് സെറ്റിൽമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഉറപ്പുമില്ലാത്തടത്ത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടായി. ഇതിനെ തുടർന്ന് പലരും പുറം രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു സ്ഥിരമായി വിസ കിട്ടില്ലെങ്കിൽ കൂടി കുറച്ചു കാലമെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന ചിന്ത വന്ന് ഒട്ടേറെ ടീച്ചേഴ്സൊക്കെയാണ് ഇവിടുന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അത് യു കെയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. ഇനിയിപ്പോൾ യു കെ ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായി ഇത്തരം രീതിയിലുള്ള കുറച്ച് പോകുന്ന ആൾക്കാർ പൊക്കോട്ടെ, അതിനുശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു പ്ലാനിലാണോ ഇവർ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു കുറവ് 9,44,000 നിന്നും 1,71,000 വലിയൊരു കുറവ് തന്നെയാണ് അല്ലേ. ഇത്രയും വലിയൊരു കുറവുണ്ടായിട്ടും യു കെ ഗവൺമെന്റ് ഒരു ഇഞ്ച് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് ഷബാന മുഹമ്മദ് ആവട്ടെ ILR-ന്റെ പുതിയ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ NHS-ലെ നഴ്സ് റിക്രൂട്ട്മെന്റ് ഭാഗികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ആ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നതിനെ കുറിച്ചോ ഗവൺമെന്റ് യാതൊന്നും തന്നെ പറയുന്നില്ല. പൊതുവെ സാധാരണഗതിയിൽ പല രാജ്യങ്ങളും കുടിയേറ്റത്തിന് ഒരു കൃത്യമായ ടാർഗറ്റ് നിശ്ചയിക്കാറുണ്ട് അല്ലെ. ഒരു ടാർഗറ്റ് വരയ്ക്ക് അവർ കുറച്ചുകൊണ്ടുവരും, അതിനുശേഷം വീണ്ടും ആ ഒരു രീതിയിൽ കൊണ്ടുപോകും. പ്രത്യേകിച്ചും UK പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള, ന്യൂസിലാൻഡ് പോലെയുള്ള, കാനഡ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ അവർക്ക് നമ്മളെപ്പോലെയുള്ള ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂടിയേ തീരൂ. കാരണം എന്താ, ഇവിടെയൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെയുള്ള പല ജോലികൾ ചെയ്യാനും നമ്മളെപ്പോലുള്ള, പ്രത്യേകിച്ച് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ ഏഷ്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ കൂടിയേ തീരും. ഇവിടുത്തെ ആൾക്കാരൊന്നും ജോലി വലിയ താല്പര്യമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക സിറ്റുവേഷൻ നിലനിൽക്കെയാണ് ഇത്തരം കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുന്നതും. എന്നിട്ട് ഈ മൈഗ്രേഷൻ, ഈ ഒരു യു കെയിലോട്ടുള്ള ഒഴുക്ക് കുറഞ്ഞതിന് ശേഷവും യു കെയിൽ നിന്ന് ആൾക്കാർ തിരിച്ചു പോയതിനു ശേഷവും ഗവൺമെന്റ് ഈ ഒരു നിലപാടിൽ തന്നെ തുടരുന്നത് ആശ്ചര്യം ഉളവാക്കുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് NHS നഴ്സുമാർക്ക് റിക്രൂട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ളത്. അതും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് പ്രത്യേക അടിവരയിട്ട് തന്നെ MP-മാർ പറയുകയുണ്ടായി. ഇപ്പൊ NHS റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് 1-2 ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പല NHS ട്രസ്റ്റുകളും കടുത്ത രീതിയിലുള്ള ജോലിക്ഷാമം, അതായത് തൊഴിൽ ക്ഷാമമുണ്ട്, കടുത്ത രീതിയിലുള്ള സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, എങ്കിൽ കൂടി അവർ അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇത്രയും കാലം യു കെയിൽ വർക്ക് ചെയ്ത നമ്മളെപ്പോലുള്ള മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പല നഴ്സുമാരെയും അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സേവനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നും പാർലമെന്റിലെ MP-മാർ ചൂണ്ടിക്കാണിക്കുന്നു. NHS-ന്റെ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വിദേശികളായിട്ടുള്ള സ്റ്റാഫിന്റെ സേവനം വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണെന്നും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് NHS ഇത്രയും നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പാർലമെന്റിൽ ഈ ഒരു ചർച്ചയിൽ അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിദേശ ജീവനക്കാരെ രാജ്യം എത്രമേൽ ആശ്രയിക്കുന്നു എന്നുള്ളത് അടിവരയിട്ട് ഈ ഒരു NHS നഴ്സുമാരുടെ കാര്യത്തിലൂടെ തന്നെ ഈ ഒരു MP-മാർ പറയുകയുണ്ടായി. പക്ഷേ ഈ ചർച്ചയൊക്കെ ഇങ്ങനെ നടക്കുമെങ്കിൽ കൂടി ഈ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നതിനെ കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഗവൺമെന്റ് ആ ഒരു എപ്പിസോഡ് തുറക്കുന്നു പോലുമില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം,
നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഒക്കെ പോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്താണ്? വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറാഖ് പോലെയുള്ള ഒരുപാട് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് അഭയാർത്ഥികളായിട്ട് UK കടൽ തീരങ്ങളിൽ UK ബോട്ടിലൊക്കെ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ അഭയാർത്ഥികളുടെ അപേക്ഷയിൽ ഗണ്യമായുള്ള വർധനവാണ്. ഓരോ പ്രാവശ്യം കൂടുന്തോറും അഭയാർത്ഥികൾ UK അഭയാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അഭയാർത്ഥികളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളുടെ അപേക്ഷകൾ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തീരുമാനമെടുക്കാനും അവരുടെ ഏജ്, അവരുടെ പ്രായത്തിലുള്ള തീരുമാനമൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി AI സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ UK കടുത്ത രീതിയിലുള്ള സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. അതേസമയം കുടിയേറ്റ കുറവുണ്ട്. UK ഒരുപാട് പേര് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. UK പുതിയ ആൾക്കാരെ സ്വീകരിക്കുന്നില്ല എങ്കിൽ കൂടി അവർക്ക് അത്യാവശ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദ്യാപരമായ AI പോലെയുള്ള മേഖലകളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ സേവനം നൽകാൻ ഇടയുള്ള ആൾക്കാരെയൊക്കെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും UK കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ 9,44,000 എന്ന എണ്ണത്തിൽ നിന്നും 1,71,000 സംതിങ്ങിലോട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരൊരു കൃത്യമായ രീതിയിലുള്ള യാത്രയിലാണെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തുതന്നെയാണെങ്കിൽ കൂടി ഇത്തരം മരീചികയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. മലയാളി പ്രവാസികൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാർത്ത ഉടനെ തന്നെ ഉണ്ടാകാം എന്നുള്ള ഒരു പ്രത്യാശയോടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുവരുത്. ഇതേപോലുള്ള മറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ. സീ യു. താങ്ക് യു വെരി മച്ച്.